വെൽക്കം ബാക്ക് ടു ബ്ലോഗ്സ് ഫൈറ്റ്. അപ്പോൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് നമ്മൾ റോബ്ലോക്സ് ആയിട്ട്. പക്ഷേ ഇന്ന് ബ്ലോക്സ് റൂട്ട് അല്ല, അതിന് പകരം നമ്മൾ 99 നൈറ്റ്സ് ഇൻ ദ ഫോറസ്റ്റ് ആണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആവട്ടെ വിചാരിച്ചിട്ട് നമ്മൾ വന്നിരിക്കുന്നത് 99 നൈറ്റ്സ് ആണ്. ഞാൻ ഓൾറെഡി ഒരു 40 ദിവസമൊക്കെ തട്ടിക്കൂട്ടി സർവൈവ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം 99 നൈറ്റ്സ് എന്താണ് എന്നുള്ളത് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മളതിനകത്തൊരു കാട്ടിലോട്ട് പോകുന്നു. അത് 4 കുട്ടികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഈ 4 കുട്ടികളെ ഈ കാട്ടിനുള്ളിൽ പോയി മിസ്സായതാണ് പറയുന്നത്. ആൾക്കാർ പറയുന്നത് ഈ കാട്ടിനുള്ളിൽ എന്തോ ഒരു ഡിയറൊക്കെ ഉണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആ ഡിയറിനെയൊക്കെ ഡിഫെൻഡ് ചെയ്ത് നമ്മൾ ബേസ് ഉണ്ടാക്കി നമ്മളെ ക്യാമ്പ് ഫയർ നമ്മൾ എന്താ പറയുക ഇങ്ങനെ ലെവൽ കൂട്ടിക്കൊണ്ട് എല്ലാ കിഡ്സിനും സർവൈവ് ചെയ്യണം. പിന്നെ നമ്മൾ 99 നൈറ്റ്സ് നമ്മൾ എന്താ പറയുക നിൽക്കുകയും ചെയ്യണം ഈ ഒരു ഫോറസ്റ്റിനുള്ളിൽ. അപ്പോൾ അതാണ് നമ്മുടെ 99 നൈറ്റ്സ് ഇൻ ദ ഫോറസ്റ്റ്. ഇത് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയാണ് പറയുന്നത്, അറിയാത്തവർക്ക് വേണ്ടി. നമുക്ക് എന്തായാലും ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിഫീറ്റ് എ കൾട്ടിസ്റ്റ് വേവ് ഇൻ അണ്ടർ 20 സെക്കൻഡ്സ്. ഓക്കെ. സാക്രിഫൈസ് എ ഫ്രണ്ട് ഇൻ ടു ദ വോൾക്കാനോ. ക്രാഫ്റ്റ് എനി ഐറ്റം. ടയർ 5 ക്രാഫ്റ്റിംഗ് ബെഞ്ചിൻ്റെ. ഈ 99 നൈറ്റ്സ് കളിച്ചവർക്ക് മനസ്സിലാവും. അതിനകത്ത് കുറേ ക്ലാസ്സസ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു ക്ലാസ്സും അൺലോക്ക് ചെയ്തിട്ടുമില്ല, ഞാൻ എക്യുപ്പ് ചെയ്തിട്ടുമില്ല. കാരണം എനിക്ക് അതിന് മാത്രമുള്ള ജംസ് ഇല്ല. വെറും 24 ജംസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും ലാഗ് അടിപ്പിക്കാണ്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ പാർട്ടിയിൽ ജോയിൻ ആക്കി നോക്കാം. പക്ഷെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ മൊബൈലിലാണ് കളിക്കുന്നത്. മറ്റേ PC-യിൽ മാതിരി നമ്മൾ ഈസി ആയിട്ട് കൾട്ടിസ്റ്റിനെയൊക്കെ വൂൾഫിനൊക്കെ ഇങ്ങനെ റൗണ്ട് അടിച്ച് കൊല്ലുന്നത്. ആ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നേരെ ഈ സെറ്റിങ്സ് പോയിട്ട് ഈ ഫസ്റ്റത്തെ ഈ ഒരു മൊബൈൽ മൗസ് ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ടാൽ മതി. പിന്നെ നമുക്ക് കളി തുടങ്ങുമ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും കാട്ടും. ഇവിടെ ഒരു ലോക്ക് കാട്ടും. അത് ഞാൻ കാണിച്ചു തരാം. തൽക്കാലം നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് കുത്തിത്തിരുകി കയറണം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ പാർട്ടി ഉണ്ടാക്കാനൊക്കെ പറ്റും. നമ്മൾ കുറേ പ്രോ പ്ലേയേഴ്സൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവ ഒറ്റയ്ക്ക് ഉണ്ടാക്കി. സെൽഫിഷ്. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും ഞാനൊരു പാർട്ടിയിൽ കയറിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ കുറേ തപ്പി എന്തായാലും ഒരു ഒറ്റയ്ക്കുള്ള സെർവറിൽ എത്തിയിട്ടുണ്ട്. കാരണം കുറേ ആൾക്കാരൊക്കെ കളിക്കുന്നുണ്ട്, കുറേ പാർട്ടി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ മൊത്തം ഫുള്ളാണ്. പിന്നെ ഞാനൊരു പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ മൊത്തം ഏതൊക്കെ രൂപന്മാർ അടിച്ച് കയറി വരും. അതുകൊണ്ട് ഞാൻ ഒന്ന് നോക്കി ഒറ്റയ്ക്ക് ഒരാൾക്ക് മാത്രം നിൽക്കാൻ പറ്റുന്ന ഒരു പാർട്ടി ഞാൻ ഉണ്ടാക്കി ഞാൻ മാത്രമായിട്ട് കളിക്കാൻ പോവാണ്. അപ്പോൾ അതായിരിക്കും നമുക്ക് കുറച്ചും കൂടി നല്ലത്. കാരണം നമുക്ക് നമ്മളിഷ്ടം പോലെ നമ്മളെ ബേസ് ബിൽഡ് ചെയ്യാം. ബാക്കിയുള്ളവരെ കാര്യം നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷേങ്കിൽ ഒരു പ്രശ്നമേ ഉള്ളൂ, നമ്മൾ ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് നിൽക്കണം. ഒരാൾ നമുക്ക് വേണ്ടി ഒരു സാധനം കൊണ്ടു തരത്തില്ല, ഒരാൾ നമുക്കൊന്നും ഉണ്ടാക്കി തരുമില്ല. അപ്പം അതേ ഉള്ളൊരു പ്രശ്നം. പിന്നെ അത് വലിയ പ്രശ്നമായിട്ട് കാരണം ഞാൻ കാണുന്നില്ല. കാരണം പ്രോ പ്ലെയർ എന്ന കാര്യം ഞാൻ അതിന് മാത്രം പ്രോ പ്ലെയർ ഒന്നുമില്ല. എന്നാലും അത്യാവശ്യം കളിക്കാൻ അറിയുന്ന ഒരു ആളാണ് ഞാൻ. പിന്നെ പറയാൻ പറഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞാൻ എനേബിൾ ചെയ്തിടുക. പിന്നെ ഒന്നുമില്ല. ശേഷം നമുക്ക് ആദ്യം തന്നെ ഒരു ബണ്ണി ഫുഡ് വേണം. ബണ്ണി ഫുഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പെൽറ്റ് ട്രേഡർ വരും. ആ പെൽറ്റ് ട്രേഡറിൻ്റെ അടുത്ത് നമ്മൾ ഈ ബണ്ണി ഫുഡ് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ. ഓക്കെ ഗൈസ്, എനിക്ക് ഇപ്പോൾ ഒരു ബണ്ണി ഫുഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മുയലിറച്ചി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചുട്ടടി ചെയ്യാം. ഓക്കെ ഗൈസ്, അവിടെ കിടക്കട്ടെ. പിന്നെ ഈ ഒരു ഷീറ്റ് മെറ്റൽ, പിന്നെ നമ്മൾ ഇതേപോലത്തെ എന്ത് സാധനം എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ
അപ്പോൾ ഇതിപ്പോൾ കത്തിക്കാനുള്ളതല്ല, നമ്മൾ ഫയർ അപ്ഗ്രേഡ് ചെയ്യാനുള്ളതല്ല, നമുക്ക് ഇന്നത്തെ അരക്കാനുള്ളതാണ്. എങ്ങനെ മനസ്സിലാക്കുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും. പിന്നെ അതിൻ്റെ മണ്ടക്ക് ഒരു ബോൾട്ട് ഉണ്ടാവും, അരക്കാനുള്ള സാധനത്തിൻ്റെ മണ്ടക്കൊക്കെ ഒരു ബോൾട്ട് ഉണ്ടാവും. ഓക്കെ, നമുക്ക് എന്നാലിപ്പോൾ ബണ്ണി ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മളെ ചെറുക്കനുള്ള, നമുക്ക് സുഖം പോലെ നമുക്ക് ചെറുക്കനെയും കൂടിയും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് രക്ഷിക്കാം. ഓക്കെ, റിവോൾവറിൻ്റെ ആമോ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓക്കെ, ഇപ്പം തന്നെ നൈറ്റ് അപ്രോച്ച് ആവുന്നുണ്ട്. നമുക്ക് ഇവിടെ ചിലപ്പോൾ ഒരു വോൾഫ് ഉണ്ടാവും. ഇല്ല, ചിലപ്പോൾ അപ്പുറത്തെ റൂമിലൊരു വോൾഫ് ഉണ്ടാവും. നമുക്ക് വേഗം ഈ ചെസ്റ്റ് തുറക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ബാൻഡേജ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേഗം സ്പീഡ് റൺ ചെയ്യാം ഗൈസ്. സ്പീഡ് റണ്ണൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്പീഡ് റണ്ണൊന്നുമല്ല, അല്ലോ പേടിച്ചോയി ഗൈസ്. ഞാൻ ഇതെന്ത് ഹാക്സ് എടുക്ക്. പിന്നെ നമുക്ക് ഈ വോൾഫിൻ്റെ തോലിയൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. വോൾഫിൻ്റെ തോലി കിട്ടണമെങ്കിൽ ഇച്ചിരി പണിയാണ്. നമ്മളെ സാക്ക് എന്തായാലും ഫുള്ളായിട്ടുണ്ട്. പിന്നെ നമുക്കൊരു മാപ്പും കൂടി ഉണ്ടാക്കണം. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു കണ്ണാണെന്നില്ലേ ഗൈസ്, ഇതാണ് നമ്മളെ വില്ലൻ. ഇപ്പോൾ അത് ഫസ്റ്റ് ദിവസമായത് കൊണ്ട് ഇവരൊന്നും ചെയ്യത്തില്ല, നമുക്ക് ഇവനെ ഓടിച്ചുവിടാം. പിന്നെ എനിക്ക് കളിക്കാരെ കിട്ടും, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. എനിക്ക് കളിക്കാരെ കൊണ്ട് ഒരു പ്രശ്നമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് എന്തായാലും ഗുഡ് സാക്ക്, ഈ ഒരു സാക്കിലാണ് നമ്മളെല്ലാം സ്റ്റോർ ചെയ്യുന്നത്. ഈ സാക്കൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ട്രേഡ് ചെയ്ത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ നമുക്ക് കുറേ ചെസ്റ്റ് ഉണ്ടാവും. ഞാൻ നേരത്തെ കുറേ ചെസ്റ്റൊക്കെ തോന്നിയില്ല, അതേമാതിരി നമുക്ക് ചെസ്റ്റൊന്നും കിട്ടും, ഐറ്റംസ്. ഏകദേശം നമുക്ക് ഇവിടെ ഒരു മാപ്പ് ഉണ്ടാക്കി വെക്കാം. എന്തായാലും ബണ്ണി ഫുഡൊന്നും ഇവിടെ നമുക്ക് അങ്ങോട്ടേക്ക് ഇടാം. ഇനി നമുക്ക് എന്തായാലും ഇത്ര ഉള്ളതൊക്കെയല്ലേ, നമുക്ക് കുറച്ച് ലൂട്ട് ചെയ്യാം. ഈ വീട്ടിൽ തന്നെ നമുക്ക് കുറച്ച് സാധനമൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതും കൂടി എടുക്കാം. കുറച്ച് കസാരയൊക്കെ, ഈ കസാര വേണമെങ്കിൽ നമുക്ക് കത്തിക്കുക ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇപ്പം എന്താ പറയുക, വേണമെങ്കിൽ കത്തിക്കാം. അല്ലെങ്കിൽ നമുക്ക് സ്ക്രാപ്പ് വുഡായിട്ട് നമ്മൾ ഒരു ഗ്രൈൻഡറിൽ തന്നെ വുഡ് അരക്കും. അതേപോലെ നമുക്ക് വുഡ് അരക്കാനും യൂസ് ചെയ്യാം. നമുക്ക് എത്രയും പെട്ടെന്ന് കാണേണ്ടത് ഒരു കുറേ ബെഡ് ഉണ്ടായിരിക്കണം. നമ്മളെ ഡേയ്സ് മൾട്ടിപ്പിൾ ആവും. ഇതിപ്പോൾ നമുക്ക് ഒരു ഡേ വെച്ചാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഡേ മൾട്ടിപ്പിൾ ആവും. കിഡിനെ സേവ് ചെയ്യുമ്പോഴും നമ്മൾ ബെഡ് ഉണ്ടാക്കി വെക്കുമ്പോഴും നൈറ്റ് രാവിലെ ആകുമ്പോൾ നമുക്ക് ഡേയ്സ് സ്കിപ്പാവും. ഇപ്പോൾ 2 എണ്ണം വെച്ച് കൂടും, 3 എണ്ണം വെച്ച് കൂടും. അങ്ങനെ നമുക്ക് എന്തായാലും ഒരു ഗുഡ് സാക്ക് മേടിക്കാം. അങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ അതിൻ്റെ പേര് ലൂട്ടും ചെയ്യാം. പിന്നെ ചെറിയൊരു ലാഗ് ഉണ്ട്, അത് എന്താണെന്ന് എനിക്കറിയില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അയ്യോ ഈശ്, ആരെങ്കിലും വോൾഫ് പൾട്ട് താടാ. നമുക്ക് റിവോൾവറിൻ്റെ എമോ കുറേ കിട്ടിയിട്ടുണ്ട്. പക്ഷേങ്കിൽ റിവോൾവർ നമ്മൾ ഇത്ര നേരമായിട്ട് കിട്ടിയിട്ടില്ല. ഈ ഫാനൊക്കെ നമുക്ക് കൊണ്ട് അടട്ട് അരക്കാൻ പറ്റും. കേസ് നമുക്ക് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇത് ബാങ്കാന്ന് തോന്നുന്നു. കേസ് നല്ല ലാഗാണ്, സഹിക്കാൻ പറ്റണില്ല. ഓക്കെ കേസ്, നമുക്ക് കുറേ എമോ കിട്ടുന്നുണ്ട്. ഇവിടെ കുറേ കോയിൻസും ഉണ്ട്. ഈ കോയിൻസൊക്കെ വെച്ചിട്ട് നമുക്കൊരു മെർച്ചൻ്റ് വരും, വാണ്ടർ മെർച്ചൻ്റ് അങ്ങനെന്താണ് പേരെന്ന് തോന്നുന്നു. അവൻ്റെ നമുക്ക് കോയിൻസൊക്കെ മേടിച്ചിട്ട് ഡെക്കറേഷനിലുള്ള സാധനം കാണാൻ പറ്റും. കേസ് നമുക്ക് ഇവിടെ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു ചെസ്റ്റ് ഉണ്ട്. എന്തായാലും തുറന്നേക്കാം. അയ്യോ കേസ്, എന്തത് ഇങ്ങനെ എണീക്കടാ. മീൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ ഒരു കുഞ്ഞുവാ കരയുന്ന സൗണ്ടൊക്കെ ഉണ്ടാവും, അതൊന്നും നോക്കരുത്. ബാക്ക്ഗ്രൗണ്ടിൽ കുറേ കാര്യങ്ങളൊക്കെ നടക്കും ഗൈസ്, അതൊന്നും മൈൻഡൊക്കെ ഉണ്ടാവും. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ വേറൊരു ചെസ്റ്റും കൂടി ഉണ്ട്. പൊട്ട ചെസ്റ്റാണല്ലോ. കുറച്ച് കോയിൻസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്.
നമ്മളെ ഹെൽത്ത് പകുതിയാണ്. നമുക്കൊരു ഫ്ലാഷ് ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു വീടുണ്ട്. നമുക്ക് എന്തായാലും ആ വീട്ടിൽ നിന്ന് ഈ വീട് ആ വീട് അല്ലേ അല്ലേ അല്ല അല്ല. അയ്യോ എന്താ ഡ്രോപ്പിംഗ് കോളും കണ്ടിട്ട് എന്തൊക്കെ കാട്ടി. ഓക്കെ നമുക്കൊരു കിട്ടിയിട്ടുണ്ട്. ഇതെന്തോ മൈക്രോവേവ് അങ്ങനത്തെ എന്തോ സാധനം കിട്ടിയിട്ടുണ്ട്. ചെസ്റ്റ് ഉറങ്ങിയിട്ട് നമുക്ക് നേരെ ഇവിടുത്തെ സ്ഥലം കാലിയാക്കാം. കാരണം രാത്രി ആവുന്നുണ്ട് ഗൈസ്. അവിടെ കുറേ സ്ക്രാപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് രാത്രി ആവുന്നതിന് മുന്നേ മുന്നേ സ്ഥലം കാലിയാക്കാം. ഈ സ്ക്രാപ്പ് നമുക്ക് തൂക്കിയെടുത്തുണ്ടാവാം. അയ്യോ ഗൈസ് രാത്രി ആയി കഴിഞ്ഞാൽ കുറച്ച് വിഷയമാണ്. ഫസ്റ്റ് ദിവസം നമുക്ക് പ്രശ്നമില്ല. പക്ഷേ സെക്കൻഡ് തൊട്ട് നമ്മൾ കുറേ ദൂരത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ഡിയർ പിടിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു കട്ട്സീൻ വരുന്നുണ്ട്. കുറേ ആൾക്കാർ ആ ഡിയറിൻ്റെ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതിനടുത്ത് പോയിട്ട് അത് എന്ത് മാങ്ങാത്തൊലിക്കാണ് ആ മൊണ്ണനെ പ്രാർത്ഥിക്കുന്നത് എനിക്കറിയില്ല. നമുക്ക് കുറേ കോളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കോളൊക്കെ നമുക്ക് കത്തിക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഫ്യൂവൽസാണ്. നമുക്ക് കുറച്ച് ഫുഡ് മാത്രം മതി. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ ക്യാമ്പ് ഫയറിൻ്റെ അടുത്ത ലെവലാക്കാൻ പറ്റും. ഈ ക്യാമ്പ് ഫയറിന് കുറേ ലെവൽസ് ഉണ്ട്. ആ ലെവൽസ് കഴിയുമ്പോൾ നമ്മളെ മാപ്പ് എക്സ്റ്റെൻഡ് ആവും. ലെവൽ കൂടുന്നോടത്തോളം നമ്മളെ മാപ്പിൻ്റെ മാപ്പ് എക്സ്റ്റെൻഡ് ആവും. എനിക്ക് വിശക്കുന്നുണ്ട്, നല്ല വിശക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഹങ്കർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അത് അലമ്പാണ്. നമുക്ക് എന്തായാലും ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്ന് അപ്ഗ്രേഡ് ആക്കാം. എന്താ പറയുക, സൺഡയൽ, റെഗുലർ ബെഡ്, ഒരു കോമ്പസ് ഉണ്ടാക്കാം. ഒരു കോമ്പസ് കൂടെ വെക്കാം, സൺഡയലൂടെ വെക്കാം, ഇതുകൂടെ വെക്കാം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റെയിൻവുഡ് സ്റ്റോറേജ് വേണം. നമുക്ക് എന്തായാലും ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ഇവിടെ വെക്കാം. ഇനി നമുക്കൊരു 10 വുഡുണ്ട്. 2 സ്ക്രാപ്പിന് നമുക്കൊരു ഇതുണ്ടാക്കാം, ഷെൽഫ് ഉണ്ടാക്കാം. നമുക്കൊരു ഫാം പ്ലോട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും ഫാം പ്ലോട്ട് നമുക്ക് വടിയും വെക്കാം. ഓക്കെ ഗൈസ്. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, സ്പീഡ് റൺ ചെയ്യാൻ ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ മരം വെട്ടുമ്പോൾ ഇങ്ങനത്തെ കുറേ സാപ്ലിങ് കിട്ടും. ഈ സാപ്ലിങ് ആക്കാൻ നിങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ആയിട്ട് നട്ടിക്കുക. ഞാൻ കാണിച്ചു തരാം അങ്ങനെയാന്ന്. നമ്മൾ ലെവൽ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, ഇതിപ്പോൾ നിങ്ങൾ ഇവിടെ നട്ടെന്ന് വെച്ചോ. ഒരു സാപ്ലിങ് ഇങ്ങനെ അടുക്കുക. അവിടുന്ന് സാപ്ലിങ് ഇല്ലല്ലോ. ഇപ്പം കാണിച്ചിരുന്നില്ല, പറഞ്ഞുതരാം. ഇപ്പം അതാ ഇവിടെ ഒരു സാപ്ലിങ് നട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേറൊരു സാപ്ലിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുക. അപ്പോൾ അത് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് വേഗം നമ്മൾ വുഡൊക്കെ എടുക്കാൻ പറ്റും. നമ്മൾ വേറെ ദൂരത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഓക്കെ നമ്മൾ സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ സ്പീഡ് റണ്ണിങ് ആണ് ഗൈസ്, പക്കാ സ്പീഡ് റണ്ണിങ് ആണ്. ഇനി ഫുഡ് കാണാം ഗൈസ്. ഫുഡ് നമുക്ക് കുറച്ച് ബണ്ണീസിനെ തളിക്കില്ല. പിന്നെ കുറേ ചെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ നമുക്ക് റിസോഴ്സസ് എടുക്കാനുണ്ട്. അതിന് മുന്നേ കുറച്ച് ഫുഡൊക്കെ കുക്ക് ചെയ്ത് നമ്മളെ സാക്കിൽ വെക്കണോ അല്ലെങ്കിൽ തിന്നിട്ട് പോകാം ഗൈസ്. പിന്നെ ഈ ക്യാമ്പ് ഫയർ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പണിയാണ് ഗൈസ്. പിന്നെ നമ്മളെ ഡിയർ രാത്രി ആയിക്കാരം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരും. അതിച്ചിരി വിഷയമാണ്. എവിടെയായിരുന്നു? ഇങ്ങോട്ടേക്ക് അതല്ല ഗൈസ്. പിന്നെ എനിക്ക് ചെറിയൊരു ജലദോഷമുണ്ട്. അതുകൊണ്ട് ഇടക്കിടക്ക് തുമ്മലൊക്കെ വരുന്നുണ്ട്. ഗൈസ് നമുക്ക് ഇവിടെ കുറച്ച് വുഡുണ്ട്, അതൊക്കെ എടുക്കുക. കാർ വുഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ചക്കര രക്ഷിക്കണം ഗൈസ്. ഇവിടെ ഒന്നുണ്ടോ? ഇല്ല, കിണറിലൊന്നുമില്ല ഗൈസ്. നമുക്കിവിടെ ഒരു ടയർ കിട്ടിയിട്ടുണ്ട്. ഒക്കെ അവിടെ ഒന്നുമില്ല, വുഡിൻ്റെ അവിടെ ഒന്നുമില്ല ഗൈസ്. ഇതാണ് സ്ട്രോങ് ഹോൾഡ്.
നമ്മൾ നേരത്തെ കുറേ ആൾക്കാരുണ്ടില്ലേ പൊട്ടനെ എന്താ പറയുക ഒരു ഡിയറിനെ അങ്ങനെ തൊഴുന്ന മാതിരി ഒരു സമയം കണ്ടില്ലല്ലോ. ഗൈസ് ഇപ്പോഴേ രാത്രിയായോ? ഓക്കെ ഗൈസ് നമുക്ക് വോൾഫ് പണ്ട് കിട്ടിയിട്ടുണ്ട്. കമോൺ ലെറ്റ്സ് ഗോ. രാത്രി ആവാനായിട്ടുണ്ട്. നമുക്ക് അതിന് മുന്നേ വേഗം കുറച്ച് റിസോഴ്സസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോവാം. അയ്യോ ഗൈസ് രാത്രിയായി. ഇച്ചിരി വിഷയമാണ്. നമുക്ക് ടോർച്ചിലായിട്ടുണ്ട്. അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഗൈസ് ഒരു ആൽഫ വോൾഫ് ഉണ്ടെങ്കിൽ അപ്പോൾ ആൽഫ വോൾഫിനെ എന്താണെന്ന് അറിയാത്തതിന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വോൾഫിൻ്റെ ഒക്കെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് ആൽഫ വോൾഫ്. ആ ചുവന്ന കണ്ണ്, ആ തീഷ്ണ അമ്മ. ഞാനില്ല കൂടി പേടിച്ച് എന്തൊക്കെ ആയിപ്പോയി ഗൈസ്. ഗൈസ് നമ്മൾ ക്യാമ്പിലെത്തിയിട്ടുണ്ട്. ഇനി പേടിക്കണ്ട. എന്തറാ അയ്യേ ഇലുമിനാട്ടി ഗൈസ്, ഇലുമിനാട്ടി. ഓഹോ പെട്ടെന്ന് ഞാൻ ആൽഫ വോൾഫിനെ കാണിച്ചിരുമ്പോഴത്തേക്കും ആ പൊട്ട വന്ന് ഗൈസ് സംതിങ് മിസ്റ്റീരിയസ് ഫ്ലൈങ് അബോവ് യു. ഓക്കെ ഗൈസ് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. ഇപ്പം നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്താ എൻ്റെ ഒരു കട്സിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഏലിയൻസും ഉണ്ട്, മീറ്റിയോർസൊക്കെ വന്നപ്പോഴും പിന്നെ ഇതിനകത്ത് ഏലിയൻസും ഉണ്ട്. ഈ ഒരു ഇവിടെ ഒരു ടെക്സ്റ്റ് കാണിച്ചില്ലായിരുന്നു, സംതിങ് ഫ്ലൈങ് അബോവ് യു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലക്കിയാണ് ഗൈസ്. നമുക്ക് ആണെങ്കിൽ കുറേ ഏലിയൻ സ്പേസ്ഷിപ്സ് നമ്മളെ ഇങ്ങോട്ടേക്ക് വന്ന് വീഴുകയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് ആ ഏലിയൻ സ്പേസ്ഷിപ്പ് റൈഡ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക അവിടുന്ന് ചിലപ്പം ഏലിയൻസിൻ്റെ ആയിട്ടുള്ള വെപ്പൺസൊക്കെ കിട്ടും. ചിലപ്പം ഒരു 20 വുഡിന് നമുക്ക് എന്തായാലും ഒരു ബെഡ് ഉണ്ടാക്കിയേക്കാം. ഡേ 5 ആയിട്ടുണ്ട് ഗൈസ് അടുപ്പിച്ച് തന്നെ ആക്കാം. ഇനി നമുക്ക് 12 സ്ക്രാപ്പ് നമുക്ക് അവിടെ നിൽക്കട്ടെ. നമുക്കൊരു 15 വുഡ് കിട്ടിയിട്ട് ഇതൊന്ന് അപ്ഗ്രേഡ് ആക്കിക്കാം. അപ്പോൾ നമുക്ക് എത്രയും വേഗം നമുക്ക് കിഡിനെ കൂടി സേവ് ചെയ്യണം. ഈ ഒരു നൈറ്റ് നമുക്ക് എന്തായാലും കിഡിനെ സേവ് ചെയ്യാം. അവിടെ ബോർഡ് ഈ കോമ്പസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കിഡിൻ്റെ ഈ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോമ്പസ് ആ ഒരു കിഡിനെ തല ഇങ്ങനെ കാട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു ഡയറക്ഷൻ ഇങ്ങനെ കോമ്പസ് ഇങ്ങനെ പോയിൻ്റ് ആയിട്ട് നമ്മൾ പോയാൽ മതി. ഇപ്പോൾ ദൂരത്തോട്ടുള്ളത് നിങ്ങൾക്ക് വഴി അറിയില്ലെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പോയാൽ മതി. പിന്നെ സ്പിയറൊക്കെ കിട്ടുകയാണ് അത്രയും നല്ലത്. നമുക്ക് ഇത്ര നേരമായിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമുക്കൊരു സ്പിയറും കിട്ടിയിട്ടില്ല, ഒരു തോക്ക് പോലും കിട്ടിയിട്ടില്ല. അത് ഇച്ചിരി വിഷയമാണ്. ഏകദേശം നമുക്കിങ്ങനെ സ്പാം ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കിഡിനെ സേവ് ചെയ്യുന്ന പ്രോസസ്സിൽ നമുക്ക് കുറേ ഫുഡും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതും അഡ്വാൻറ്റേജ് ആണ്. ഗൈസ് കയറി വാ കണ്ടില്ല ഗൈസ്. ഇപ്പം ഞാൻ ഒരു മൗസ് ലോക്ക് ചെയ്തിട്ടുണ്ട്. മൗസ് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് ഇവിടെ കണ്ടില്ല, ഞാൻ ഈ ഒരു ബട്ടനാണ് പറഞ്ഞത്. ഇതിനൊക്കെ നമുക്ക് ഇങ്ങനെ ജോയ്സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇങ്ങനെ കറങ്ങും എന്നിട്ട് അടിച്ചുകൊണ്ടുവന്നാൽ മതി. നമുക്കധികം ഡാമേജും കിട്ടത്തില്ല. നമുക്ക് ഒരു അടിക്കാനും പറ്റും ഗൈസ്. നല്ല വെച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ബാൻഡേജ് വെച്ച് ഹീൽ ചെയ്തിട്ടുണ്ട്. ഗൈസ് നമുക്ക് ഫുഡൊക്കെ എടുക്കണം. ഫുഡും അത്യാവശ്യമാണ്. നമ്മൾ ഹങ്കർ റണ്ണൗട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റൂല ഗൈസ് എപ്പോഴാണ് ചാവും അത് സ്റ്റാർവ് ചെയ്തിട്ട്. ഓക്കെ ഗൈസ് ഓക്കെ. പിന്നെ ഞാൻ കുറച്ച് സ്പീഡിൽ സംസാരിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ സ്പീഡ് റണ്ണാണ് ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനെ എന്താ പറയുക മെല്ലെ സംസാരിച്ചിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. അങ്ങനെയൊക്കെ പറയാം. കാരണം ഞാൻ 99 നൈറ്റ്സ് റെക്കോർഡ് ചെയ്തിട്ടില്ല. പിന്നെ അത് ആദ്യമായിട്ടാണ് ഞാൻ 99 നൈറ്റ്സ് ഒറ്റ കളിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഓക്കെ നമ്മൾ കിട്ടിയത് സേവ് ചെയ്തിട്ടുണ്ട്. അയ്യോ ഗൈസ് യു വിൽ ബി അറ്റാക്ക്ഡ് ടു നൈറ്റ്. അപ്പം നമ്മൾ നേരത്തെ കുറച്ച് പൂച്ചാണ്ടികളെ കണ്ടില്ലായിരുന്നു ഗൈസ്.
അവന്മാരൊക്കെ നിന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതായിരിക്കും. ഓക്കെ, റെഡി റെഡി ചൂട്ടെ. നമുക്ക് അവനൊരു പേര് വെക്കണം. അവൻ്റെ പേര് നമുക്ക് നമ്മളെ എന്തൊക്കെ കുഞ്ഞാണ്ടി എന്ന് വിളിക്കാം ഗൈസ്. നമുക്ക് അവനെ കുഞ്ഞാണ്ടി, മിസ്റ്റർ കുഞ്ഞാണ്ടി. അവന്മാർ എന്തായാലും വരുന്നില്ല. അപ്പോൾ നമുക്ക് വേഗം ഈ വുഡൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ ഓ ഗൈസ് എത്തി. ആ ടെക്നിക്ക്, മെയിൻ ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് ചിപ്പൊക്കെ പോവും, അതൊന്നും നോക്കണ്ട. അയ്യോ ഗൈസ് പറ്റാവേ, അമ്മമാർക്കാണ് ഒടുക്കത്തെ ചിപ്പിയാണ് ഗൈസ്. അയ്യോ ഒരു ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ച ചിപ്പി കൂടുന്നാണ് എൻ്റെ ഒരു അറിവില്. ഗൈസ് ഫുഡ് കഴിച്ച ചിപ്പി കൂട് കൂടെ ഗൈസ്. നമുക്ക് വേണ്ടത്രേ ചിപ്പി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തല്ലി പൊളിക്കാം. പോടാ ചാവ് ഇവൻ്റെ ചാവാത്ത ഗൈസ്. അമ്മാതിരി ചാവൊന്നുമില്ല. അയ്യോ തിന്നിട്ടൊന്നും വെച്ചപ്പോ കൂടുന്നില്ല. ഗൈസ് അവസാനം ചത്ത്. നമുക്ക് അമ്മാരൊക്കെ കത്തിച്ചളയാനൊക്കെ പറ്റൂ ഗൈസ്. ഞാൻ ഒരു ചാരമാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്തായാലും കുറച്ച് വുഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും സാപ്പിങ് ഇവിടെ തൊട്ടേക്കാം. ഇനി ഒരു വുഡ് നമുക്ക് ഇതിൻ്റെ അതോടെ തന്നെ ഇടാം. കേസ് നമുക്ക് ഇവിടെ കുറച്ച് ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. കേസ് നമ്മളെ പൈൽറ്റ് ട്രൈറ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഒരു വൂൾഫ് ബെൽറ്റ് കൊടുത്തിട്ട് നമുക്കൊരു സ്പിയർ വാങ്ങാം. ഓക്കെ സ്പിയർ വാങ്ങിയിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് അത്യാവശ്യം റേഞ്ച് അറ്റാക്കും പിന്നെ നമുക്ക് അത്യാവശ്യം ഡാമേജും ഉണ്ട്. ഇനി നമുക്ക് എന്തായാലും ഒരു കേസ് ഇവിടെ കുറച്ച് വുഡുണ്ട്. പിന്നെ ഈ നനഞ്ഞ വുഡൊക്കെ നമുക്ക് എന്തായാലും കത്തിക്കാൻ പറ്റത്തില്ല. നമ്മൾ റെയിൻ വുഡ് സ്റ്റോറേജിലിടണം. അപ്പോൾ നമുക്കത് ഉണങ്ങി കിട്ടും. അപ്പം നമുക്ക് ഉണങ്ങി കിട്ടിയ വുഡ് നമുക്ക് കത്തിക്കാം. ഇവിടെ കുറേ സ്ക്രാപ്പ് ഉണ്ട്, പിന്നെ കുറേ വൂൾഫൊക്കെ ഉണ്ട്. അവിടെ കുറേ ചെന്നായനൊക്കെ മറ്റേ പൂച്ചാണ്ടികൾ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും ആ പൂച്ചാണ്ടികളൊക്കെ തട്ടാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. തോക്കില്ലാണ്ട് തട്ടുന്നത് ബുദ്ധിയല്ല പന്തിയല്ല. ഒരു വൂൾഫിനെ തട്ടി. ഇവിടെ ഒരു ആൽഫ വൂൾഫൊക്കെ ഉണ്ട്. അയ്യോ വൈസ് ഉമ്പി ഓടല്ലാണ്ട് വേറെ വഴിയില്ല ഗൈസ്. ആൽഫ വൂൾഫ്. അയ്യോ ഇവിടെ എത്ര ആൾക്കാരാ ഗൈസ്. ചത്ത് ഐ ആം ഡെഡ്. ശവക്കല്ലറൊക്കെ ഒരുക്കി വെച്ചോ. നമ്മളെ എക്സ്പ്ലോർ ചെയ്തില്ല ഗൈസ്. അത് നമ്മൾ ഇത്തിരി എക്സ്പ്ലോർ ചെയ്തു. നമ്മൾ ഇങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല ഗൈസ്. ഒട്ടും പോയില്ല. കണ്ടില്ല ഏരിയ എത്രയോ കിടക്കാണ്ട് ബാക്കി. ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ പോയിട്ടില്ല. നമുക്ക് ഈ ഡയറക്ഷനിൽ പോയേക്കാം. അതിന് മുന്നേ നമുക്ക് ഒന്നും അറിയാനായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് ഇങ്ങോട്ടേക്കിടാം വുഡൊക്കെ. നമുക്ക് കുറച്ച് കോള് കിട്ടിയിട്ടുണ്ട്. കോളൊക്കെ നമുക്ക് ഇങ്ങോട്ടേക്കിടാം. എന്തായാലും വന്നേരെ കുറച്ച് ഫുഡ് തിന്നാൽ 2 സ്റ്റോറേജും പോവാം. നമുക്ക് ഇങ്ങോട്ടേക്ക് പോയി നോക്കാം. നമ്മൾ ഇങ്ങോട്ടേക്ക് പോയിട്ടില്ല. ഗൈസ് അപ്പത്തേക്ക് നൈറ്റായി ഗൈസ്. ഇതെന്ത് ഗൈസ് ഇത്. ഓക്കെ പിന്നെ നമ്മൾ ഇത്രയും നമ്മൾ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്ര ലോങ് ആയിട്ട് നമ്മൾ ഒരിക്കലും എടുത്തിട്ടില്ല. ഈ വീഡിയോ ഇനിയും ലോങ് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഫ്യൂവൽ കാനിസ്റ്ററൊക്കെ കിട്ടിയിട്ടുണ്ട്. ഗൈസ് ഇവിടെ നിന്നാണ്. അയ്യോ ഗൈസ്
രാത്രി നമുക്ക് എന്തായാലും ടോർച്ച് അടിക്കാം. നമ്മളെ പൂച്ചാണ്ടില്ലേ ഗൈസ്, പ്രാർത്ഥിക്കുന്ന പൂച്ചാണ്ടികളല്ല, മറ്റേ പൂച്ചാണ്ടിക്ക് ഈ ടോർച്ചിൻ്റെ വെളിച്ചൊക്കെ ഭയങ്കര ഇതാണ്. ഞാൻ എന്തോ ഒരു കടിച്ചിന് വന്നായിരുന്നു, ഞാൻ സ്കിപ്പ് അടിച്ചിട്ട്. ഓക്കെ ഗൈസ്, കൂടെ ഗൈസ് എന്താ ഗൈസ്, എന്താ അവളെ നോക്കണപ്പോൾ ഇവിടെ അവരെന്താ അല്ലേ ഡിയറിനെ കൊണ്ട് വയ്ക്കാൻ വയ്യ. അപ്പോഴാണ് അമ്മമാരും ഇത് അയ്യോ ഗൈസ്, അമ്മേ എന്തൊക്കെ അതിൻ്റെ അകത്ത്, എന്തൊക്കെ ഇത് നടക്കണതിൻ്റെ അകത്ത്. ഓയ്യോ ഗൈസ്, ഏലിയൻ ഷിപ്പ്, ഏലിയൻ്റെ ഒക്കെ നമുക്ക് പിന്നെ ഇതാക്കാം. ഗൈസ് ഔട്ട് ഓഫ് ബാറ്ററി, നമ്മളെ ബാറ്ററി കഴിഞ്ഞിട്ടുണ്ട്. ക്രിട്ടിക്കൽ സ്റ്റേജ്. വേഗം ഓടറാ. എത്തി ഭ്രാന്ത്. മനുഷ്യരെല്ലാം കൂടി പേടിച്ചൊരു പരിവായി കഴിച്ചു. അയ്യോ, ഇത് നെഞ്ചൊക്കെ പടപടാന്ന് അടിക്കുന്നുണ്ട് ഗൈസ്, പറഞ്ഞാൽ മനസ്സിലാവില്ല. അയ്യോ എന്താ പറയണ്ടതെന്നൊന്നും എനിക്ക് വായിലൊന്നും കിട്ടുന്നില്ല ഗൈസ്. ഓക്കെ ഞാൻ അപ്പം എടുത്തേ അവിടെ ഇടാനില്ലേ. ഗൈസ് നമുക്കിത് അപ്ഡേറ്റ് ആക്കാം. നമുക്കൊരു വുഡ് ബെഡ് ഉണ്ടാക്കാം ഗൈസ്. നമുക്കതിന് കുറച്ച് വുഡ് വേണം. അതിൽ വുഡ് എടുക്കാം. നമുക്ക് ഇവിടെ നടാം. സാപ്ലിങ് കിട്ടിയിട്ട് അവിടെ നടണം ഗൈസ്. നമുക്ക് ഇവിടെ ഒരു വുഡിൻ്റെ കൂട്ടം കാണുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ പോരാവുന്നില്ല. നമുക്ക് എന്തായാലും ആ ഒരു ഏലിയൻ സ്പീസിൽ നമുക്കൊന്ന് റൈഡ് ചെയ്യാം ഗൈസ്. അവിടെ ഏലിയൻസിനെ കാണുന്നുണ്ട്. എന്താണ് നമുക്ക് തോക്ക് കിട്ടിയ സ്ഥിതിക്ക് നമുക്കൊന്ന് വെടിവെച്ച് വിടാം. അയ്യോ ഗൈസ് അതുമാതിരി എന്തോ ഗണ്ണുണ്ട് ഗൈസ്. മറ്റേ റേഗണ്ണാണെന്ന് തോന്നുന്നത്. അത് ഇച്ചിരി ഡേഞ്ചറസ് ആണ്, പക്ഷേ അധികം ഡാമേജ് ഒന്നുമില്ല. അത് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഗൈസ് നമുക്ക് കൊടുക്കാം. ഇത് കവറിലോട്ട് പോയി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിച്ചിട്ട് ഇവിടെ നിന്നാണ് ഇത് മീറ്റ് സാൻഡ്വിച്ചോ? ആക്കെന്താ ഓക്കെ ഞാൻ തിന്നിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഗൈസ് ഇതിനകത്തൊരു ഉണ്ടായില്ല. ആ ഒരു മീറ്റ് സാൻഡ്വിച്ച് അല്ലാണ്ട് ഒരു വെപ്പണോ കാണുന്നില്ല എനിക്ക്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര മതി എന്നാണ് തോന്നുന്നത്. ഈ വീഡിയോ ഭയങ്കര ലോങ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ട് നമുക്ക് വീഡിയോ ഇടാം. പക്ഷേങ്കിൽ ഈ വേൾഡ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.